എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നന്ദകുമാർ, ആശ്രമിംസ് കണ്ണൂരിലെ പീഡിയാട്രിക് കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ അടുത്ത് തന്നെ 3 കുട്ടികൾ റാബീസ് വന്ന് മരിച്ചത്, അതായത് പേവിഷബാധയായിട്ട് മരിച്ച ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും വളരെ നടുക്കം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 3 കുട്ടികളും വാക്സിൻ എടുത്തതിന് ശേഷമാണ് മരിച്ചതെന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഒരു അറിയാനൊരു ആഗ്രഹമുണ്ട് എന്തൊക്കെയാണ് ഈ പേവിഷബാധയെ പറ്റി അത്യാവശ്യം ചില കാര്യങ്ങൾ. ആദ്യമായി ചെറിയൊരു സെൻസസ് നമുക്ക് തുടങ്ങാം. ലോകത്താകെ ഏകദേശം 59,000 ആൾക്കാർ ഒരു കൊല്ലം റാബീസ് വിഷബാധയായിട്ട് മരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഭയാനകം എന്ന് വെച്ചാൽ ഇതിന് 1/3, അതായത് ഏകദേശം 20,000 ആളുകൾ മരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഈ മരിക്കുന്നതിൽ ഏകദേശം ഒരു 35 മുതൽ 40% വരെ കുട്ടികളാണ്. ഇത് നമ്മുടെ പേടിയുടെ ഒരു അളവ് വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിഷ്കളങ്കരായ കുട്ടികളാണല്ലോ. കേരളത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം മുമ്പൊക്കെ കുറവായിരുന്നു. ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏകദേശം ഒരു 20-25 ആൾക്കാർ എല്ലാ കൊല്ലവും റാബീസ് ഒന്ന് മരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം 22 ആയിരുന്നു. ഈ വർഷം ഇതുവരെ 13 പേര് മരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളെ കൂടുതൽ ആക്രമിക്കുന്നില്ല നമുക്ക് അറിഞ്ഞിരിക്കുന്നത്? കാരണം വെച്ചാൽ കുട്ടികളെ സൈസ് ചെറുതാണല്ലോ. അപ്പം ഈ റാബീസ് നായ എവിടെ കടിക്കുന്നതനുസരിച്ചായിരിക്കും, കടിയുടെ വ്യാപ്തി അനുസരിച്ചായിരിക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ കുട്ടികളാകുമ്പോൾ മുഖത്തും കഴുത്തിനൊക്കെ കടിയേറ്റാൽ ഇത് പെട്ടെന്ന് മാരകമായി പെട്ടെന്ന് അസുഖം വന്ന് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മളെ ഹൈപ്പത്തിയിൽ ഇതൊക്കെ കഴിച്ചാൽ ഭയങ്കര ഡേഞ്ചർ. കാരണം വെച്ചാൽ അവിടെ നെർവസിൻ്റെ എണ്ണം കുറേ കൂടുതലാണ്. ഈ റാബീസ് വൈറസ് ന്യൂറോട്രോപിക് വൈറസ് എന്ന് പറയും. അത് ഞരമ്പിലൂടെ മേലോട്ട് പോകുന്ന ഞരമ്പിനെ ആക്രമിക്കുന്ന ഒരു വൈറസാണ്. അപ്പോൾ ഇത് കടിച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഞരമ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കഴുത്ത്, തല, കൈപ്പത്തി, ഇവിടെയൊക്കെ ഞരമ്പ് ഒരുപാട് ഉള്ളതാണ്. നമ്മളെ നെർവ്സ് എന്ന് പറയും. ഈ നെർവ് എൻഡിങ്ങിലൂടെ അത് കയറി അവിടെ വെച്ച് ഈ നെർവ് എൻഡിങ്ങിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് കയറും. അപ്പം ബ്രെയിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം പെട്ടെന്ന് രോഗം വരാനും അത് കൂടുതൽ സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കഴുത്തിൽ കടിച്ചാൽ, ഒരു നായി കടിയേറ്റാൽ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ 80% സാധ്യതയാണ് റാബീസ് വരാൻ. അതേസമയം കാലിൽ കടിച്ചാൽ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ 10%. പിന്നെ പലപ്പോഴും കുട്ടികൾ കടിച്ചാലും മാന്തിയാലൊക്കെ പാരൻസിന് ചീത്ത അവരൊന്ന് പേടിച്ചിട്ട് അവർ മറച്ചു വെക്കും. അതാണ് വേറൊരു കാരണം കുട്ടികളെ കടിക്കാൻ. പിന്നെ കുട്ടികൾ മറ്റുള്ളവരെ വലിയ ആൾക്കാരന്മാർ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ ഒരു ഈസി ടാർഗറ്റാണ് ഈ പട്ടികളുടെ. ഇതൊക്കെയാണ് കുട്ടികളിൽ കൂടേണ്ട കാരണം. ഇനി കടിച്ചാൽ എന്ത് ചെയ്യാം? ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ആദ്യം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, പട്ടികൾ കടിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട വാക്സിൻ എടുക്കുകയല്ല. ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥലം നമ്മൾ റണ്ണിങ് വാട്ടർ, അതായത് ഒരു ടാപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് 15 മുതൽ 20 മിനിറ്റ് വരെ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മുടെ രോഗം വരാനുള്ള സാധ്യത 80% വരെ കുറക്കുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോവിഡിൻ പോലുള്ള ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്താൽ 90% മേലെ ഈ രോഗം വരാനുള്ള സാധ്യതകൾ കുറക്കും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഈ കഴുകലാണ് ഏറ്റവും പ്രധാനം. അടുത്ത ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കഴുകി വൃത്തിയാക്കുക. അടുത്തത് ഇനി ചെയ്യേണ്ടത്, നമ്മുടെ ഇപ്പം ക്ലാസ് 3 ബൈറ്റ്, അതായത് കടിച്ചെടുക്കുന്ന ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ക്ലാസ് 3 ബൈറ്റ് വരും. അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് കടിച്ചാൽ ക്ലാസ് 3 ബൈറ്റ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കേണ്ട കാരണം, വാക്സിൻ കൊടുത്താൽ വാക്സിൻ്റെ എഫക്റ്റ് വരാൻ സാധാരണ നിലയിൽ 2 ആഴ്ച എടുക്കും. അപ്പോൾ ഈ ആദ്യത്തെ 2 ആഴ്ച ഈ ആളെ രോഗം വരുന്നതിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ, ആൾറെഡി ഉള്ള ആൻറ്റിബോഡി അടങ്ങിയ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത്. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ യൂഷ്വലി കൊടുക്കുക കടിച്ച സ്ഥലങ്ങളിലാണ്. അപ്പോൾ എത്രത്തോളം ഏരിയയിൽ കൂടുതൽ കടിച്ചോ അത്രത്തോളം നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ, നമ്മൾ ഈ ആൾക്കാരുടെ വെയിറ്റിനനുസരിച്ചാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഡോസ് കണക്കാക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഏരിയയിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ വാക്സിൻ ശരിക്കും 3ാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ കഴുകുക, രണ്ടാമത്തെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുക, 3ാമതാണ് വാക്സിൻ വരുന്നത്. വാക്സിൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വാക്സിൻ എടുത്താൽ വാക്സിൻ്റെ ആക്ഷൻ വരാൻ സാധാരണ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും. അപ്പോൾ 2 ആഴ്ച എടുക്കുമ്പോൾ ഈ 2 ആഴ്ച ഉള്ളിൽ കവർ ചെയ്യാൻ നമ്മൾ ആൾറെഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം വാക്സിൻ ഇപ്പം 2 തരം വാക്സിൻ നമ്മളെടുത്തില്ല. ഒന്ന് ഇൻട്രാഡേർമൽ വാക്സിനും മറ്റേത് ഇൻട്രാ മസ്കുലാർ വാക്സിൻ. നമ്മൾ ഗവൺമെൻറ് സപ്ലൈയിലൊക്കെ കൊടുക്കുന്ന ഇൻട്രാഡേർമൽ വാക്സിൻസാണ്. ഈ വാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ ഫലപ്രദമായ ഒരു വാക്സിനാണ്. ഇതിനെക്കൊണ്ട് ഒരുപാട് സ്റ്റഡിയൊക്കെ ചെയ്ത് ഇതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി വളരെ ഉറപ്പുണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ഇൻട്രാഡേർമൽ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ വാക്സിൻ എടുത്താൽ നമ്മൾ എടുക്കുന്ന സാധാരണ 4 ഡോസാണ് ഇൻട്രാഡേർമൽ, അതായത് തൊലിയുടെ ഉള്ളിൽ കൊടുക്കുന്നത്. അത് എടുക്കുന്നത് ഇന്നെടുത്താൽ 3ാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, പിന്നെ നമ്മൾ 28ാമത്തെ ദിവസമാണ് വാക്സിൻ. 4 ഡോസ് വാക്സിൻ എടുക്കും. ഇതാണ് സാധാരണ വാക്സിൻ്റെ ഡോസ്.
നമ്മൾ ഇൻട്രാഡെർമൽ വാക്സിൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻട്രാഡെർമൽ വാക്സിൻ എടുക്കുമ്പോൾ സാധാരണ നല്ല എക്സ്പേർട്ടായ ആൾക്കാർ എടുക്കണം. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ സ്പിൽ ഔട്ട്, അതായത് പുറത്തേക്ക് വാക്സിൻ പോകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ എല്ലാ സ്ഥലത്തും എല്ലാ എക്സ്പീരിയൻസ് ആൾക്കാർ മാത്രമേ ഇത് കൊടുക്കൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വാക്സിൻ എടുത്തിട്ട് മരിച്ചു എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടല്ലോ. ഈ കുട്ടികൾ മരിച്ചത് 2 മുതൽ 3 ആഴ്ച കഴിഞ്ഞാണ് കുട്ടികൾ മരിച്ചത്. പിന്നെ പ്രധാന കാരണം ഈ കുട്ടികൾ അത്രയും കഴുത്തിലും തലയിലുമല്ലായ മാരകമായ മുറിവുകളായിരുന്നു കുട്ടിക്കുണ്ട്. അപ്പം വൈറസ് ലോഡ് ഭയങ്കര കൂടുതലായിട്ട് കുട്ടിയുടെ ഉള്ളിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കേസിൽ കുട്ടി കഴുകിയിട്ടില്ല. ഇവരൊന്നും കഴുകാതെ നേരെ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഏറ്റവും നമ്പർ 1 പ്രിക്കോഷൻ എടുക്കാത്തതാണ് ഒരു കാരണം. പിന്നെ വാക്സിൻ, ഈ ഇമ്മ്യൂണോഗ്ലോബുലിനായിരിക്കണം. വാക്സിനെക്കാട്ടി ഇമ്മ്യൂണോഗ്ലോബുലിന് എന്തെങ്കിലും തകരാറുണ്ടോ നമ്മൾ നോക്കണ്ട. പക്ഷേ അത് ഉണ്ടാവാൻ്റെ സാധ്യത വളരെ കുറവാണ്. അടിയുടെ ആഘാതം വളരെ കൂടുതലായതുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ വന്നത്. ഇനി നമ്മൾ ആലോചിക്കണം ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു മാർഗ്ഗം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. അതായത് ഈ രോഗം വരുന്നതിന് മുമ്പേ ഹൈ റിസ്ക് ആൾക്കാർക്കെങ്കിലും, മൃഗങ്ങളുമായിട്ട് വളരെ അടുപ്പത്തിൽ ഉണ്ടാവുന്ന ആൾക്കാർ, രണ്ടാമത് ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ എങ്കിലും ഈ നമ്മൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, അത് വാക്സിൻ നമ്മൾ മറ്റെല്ലാ അസുഖത്തിനും പ്രീ എക്സ്പോഷർ, അതായത് രോഗം വരുന്നതിന് മുമ്പല്ലേ വാക്സിൻ എടുക്കുന്നത്. അതുപോലെ ഈ റാബീസിന് നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുക്കാൻ പറ്റും. ഇതിന് കൊടുക്കുന്ന സാധാരണ ഇതേപോലത്തെ ഇൻട്രാഡെർമൽ വാക്സിൻ തന്നെയാണ്. 3 ഡോസ് മതി. നമ്മൾ കൊടുത്താൽ ഇന്ന് 0 ഡോസ്, പിന്നെ 7ാമത്തെ ദിവസം, പിന്നെ 21ാമത്തെ 28ാമത്തെ ദിവസം ഏതെങ്കിലും ഒരു ദിവസം അത് കൊടുക്കും. ഇത് കൊടുത്താലൊരു ഗുണം, അഥവാ ഈ കുട്ടിയെ അല്ലെങ്കിൽ ഇയാളെ പട്ടി പിന്നെ കടിച്ചാൽ നമുക്ക് 2 ഡോസ് വാക്സിനേ വേണ്ടൂ. 1ാമത്തെ ദിവസം 7ാമത്തെ ദിവസം എടുത്താൽ പിന്നെ 2 ഡോസിൽ മതി. ഇങ്ങനെ കടിച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ വരെ ഇത് ആവശ്യം വരില്ല. ഇതാണ് ഒരു കാരണം. പക്ഷേ നമ്മളെപ്പോലത്തെ ഒരു റിസോഴ്സ് ലിമിറ്റഡ് കൺട്രിയിൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചാൽ പറയാൻ പറ്റും. പിന്നെ ഉള്ളത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ ABC, അത് ആനിമൽ ബർത്ത് കൺട്രോൾ. ആനിമൽ ബർത്ത് കൺട്രോളിൽ എന്തൊക്കെ പെടും? ഒന്ന്, നമ്മളെ ഈ സ്റ്റെറിലൈസേഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ്. എനിക്ക് തോന്നില്ല അത് അത്രത്തോളം ഫലപ്രദം. വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്രയും ഏകദേശം കണക്കനുസരിച്ച് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏകദേശം 90 ലക്ഷത്തിലേറെ പട്ടികളുണ്ട്. ഈ പട്ടികൾ എത്ര ആൾ നമ്മൾ 70% നമ്മൾ സ്റ്റെറിലൈസ് ചെയ്താൽ, പിന്നെ ഇത് ഏകദേശം ഈ എത്രത്തോളം പട്ടികളെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നു. വാക്സിൻ്റെ കാര്യം വെച്ചാൽ 70% പട്ടികൾക്കെങ്കിലും വാക്സിൻ കൊടുത്തിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ പട്ടികളിൽ ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് നമുക്ക് മറ്റൊന്ന് അതിലും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. വെച്ചാൽ നമുക്കത് ഒരിക്കലും ഡൊമസ്റ്റിക് ഡോഗ്സിനെ ഇത് സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ അത്രയും ഡോസ് വാക്സിൻ ഒന്നും ഈ സ്ട്രേ ഡോഗ്സിന് നമുക്ക് പറ്റില്ല. പിന്നെ സ്റ്റെറിലൈസേഷൻ, ഈ എല്ലാ എത്ര സ്ട്രേ ഡോഗ്സ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ പോകുന്നത്, അത് ഒരുപാട് നമ്മൾ നോക്കിയിട്ട് പരാജയപ്പെട്ട ഒരു സംഭവമാണ് ഈ സ്ട്രേ ഡോഗ് സ്റ്റെറിലൈസേഷൻ. പിന്നെ സ്റ്റെറിലൈസ് ചെയ്ത പട്ടിയും നമ്മൾ നേരെ തിരിച്ച് സ്ട്രീറ്റിലേക്കാണല്ലോ വിടുന്നത്. പിന്നെ ഉള്ളത് ഈ ഡോഗ്സിനെ നമ്മൾ റീഹാബിലിറ്റ് ചെയ്യും. അതും നമ്മുടെ നാട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്ര നായകളെ നിങ്ങൾ റീഹാബിലിറ്റ് ചെയ്യും? അതാണ് അടുത്തത്. സ്ട്രേ ഡോഗ് സ്റ്റെറിലൈസേഷൻ, പിന്നെ റീഹാബിലിറ്റേഷൻ, ഇമ്മ്യൂണൈസേഷൻ. പിന്നെ വരുന്നതാണ് നമ്മുടെ നാട്ടിലത്തെ ഈ പട്ടി സ്നേഹികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൃഗസ്നേഹങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത് വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് മൃഗങ്ങളൊക്കെ സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഈ സ്നേഹം നമ്മുടെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു ഉപദ്രവമായി മാറരുത്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം, ഈ സ്ട്രേ ഡോഗ്സിന് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണവും നിങ്ങൾ വലിച്ചെറിയുന്ന ആ വേസ്റ്റും ഈ സ്ട്രേ ഡോഗ്സിന് എന്ന് വെച്ചാൽ ഈ ഡോഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ ഹൈലി ഡിപ്പെൻഡൻറ്റ്, അതായത് മനുഷ്യന്മാരെ വളരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് ഈ നായ്. അപ്പം നായ്ക്ക് നമ്മൾ എത്രത്തോളം സഹായിക്കും അത്രത്തോളം ഈ നായകൾ വളരും. ഈ നായ വയലൻ്റ് ആവും. എല്ലാ നായ്ക്കളും ഒരുമാതിരില്ല, ഇതിൽ വയലൻ്റായ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, വണ്ടിയിൽ പോകുമ്പോൾ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുക, രാവിലെ പലരും നടക്കാൻ ഇറങ്ങുന്നതന്നെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവരിതാലോചിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണെന്ന് ആലോചിക്കുന്നില്ല ഇവർ പലരും. അതിനെനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇതൊരു വലിയൊരു ഒരു ശിക്ഷാർഹമായ തെറ്റായി കണക്കാക്കണം. അതായത് മാലിന്യം വലിച്ചെറിഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രേ ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നതും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലെത്തി വളർത്തി, ഇതിനൊക്കെ കൃത്യമായി ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ വളർത്തി നിങ്ങൾ പരിപാലിച്ച് പുറത്തേക്ക് വിടാതിരിക്കുക. അതാണ് ഈ മൃഗസ്നേഹികളോട് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം അതാണ്. പിന്നെ ഇവരെ നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ സെൻ്റർ നിങ്ങൾ ഉണ്ടാക്കി ഇവരെ നിങ്ങൾ സംരക്ഷിക്കുക. ഇവരൊരിക്കലും നാടിനൊരു ഉപദ്രവമായി മാറാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗുണം അതാണ്. അപ്പം ഈ റാബീസ് എന്നൊരു ബാധ നമ്മൾ WHO ലക്ഷ്യം എന്ന് വെച്ചാൽ 2030
വേൾഡിൽ 0 റാബീസ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഓരോ വർഷം കൂടുന്നതോളം ഈ റാബീസ് വരുന്ന ആൾക്കാരുടെ എണ്ണവും മരണവും കൂടിക്കൂടി വരുന്നത്. അപ്പം നമ്മളെല്ലാവരും നിന്ന് കേരളം, നിങ്ങൾക്കറിയാം, ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയായ കേരളത്തിൻ്റെ പേര് മോശമാക്കാതെ ഈ വക എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടുകാരും ഗവൺമെൻറ്റും എല്ലാവരും ചേർന്ന്, നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്ന അസോസിയേഷനെല്ലാം നിങ്ങളെ കൂടി ഉണ്ടാവും, എല്ലാവരും ചേർന്ന് നമുക്ക് വളരെ ഫലപ്രദമായി നടത്താൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നടത്തിയിരിക്കണം.